മഞ്ഞക്കടൽ നിശബ്ദതയിലേക്ക് വഴുതി വീണ നിമിഷം. കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ജ്വലിച്ചുയർന്ന ആത്മവിശ്വാസം തകർന്നടിഞ്ഞ നിമിഷം. ഹാലണ്ട് എന്നൊരു തിരമാലയിൽ ബ്രസീൽ സ്വപ്നങ്ങളുടെ പര്യവസാനമാണ്. ബ്രസീൽ തെരുവുകളിൽ ഉയർന്ന സാമ്പാതാളം നിലച്ചു. നീണ്ട 24 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഇനിയും ദൈർഘ്യമേറും. അന്ന് പക്ഷേ പ്രതീക്ഷകളും നെഞ്ചേറ്റി വിശ്വവേദിയിൽ അവരുടെ സുൽത്താൻ ഉണ്ടാകില്ല. നോർവെക്കെതിരെ ലോകകപ്പിൽ ജയിക്കാനാകില്ലെന്ന ചരിത്രം തിരുത്താനാണ് ക്യാനറിപ്പട മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെത്തിയത്. എന്നാൽ ആ ചരിത്രത്തിന്റെ തനിയാവർത്തനം ഒരിക്കൽ കൂടി ഒരു ദുരന്തമായി ബ്രസീലിന് മേൽ പെയ്തിറങ്ങി. തുടർച്ചയായ 6ാം ലോകകപ്പിലും കിരീടമില്ലാതെ പ്രതാപകാലത്തെ ഓർമ്മകളുമായി പടിയിറക്കം. പരിക്കിനെയും വിധിയെയും തോൽപ്പിച്ച് നെയ്മർ എത്തുമ്പോൾ വാനോളം ഉയർന്ന പ്രതീക്ഷകൾ തരിപ്പണമായി. 79ാം മിനിറ്റിലും 90ാം മിനിറ്റിലും ബ്രസീൽ ഗോൾ മുഖത്തൊരു ഹാലണ്ട് ഇടിമുഴക്കം കേട്ടു. ഭയന്നതുപോലെ തന്നെ അയാളെ പിടിച്ചു കെട്ടുക അസാധ്യമെന്ന് ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകം അറിഞ്ഞു. ഈ ലോകകപ്പിൽ ഹാലണ്ടിന്റെ 7ാം ഗോളാണ്. നിശബ്ദത തളം കെട്ടിയ ബ്രസീൽ ഹൃദയങ്ങൾക്ക് ആശ്വാസമായി നെയ്മറിന്റെ പെനാൽറ്റി ഗോൾ. പക്ഷേ തിരിച്ചുവരവിന്റെ വഴികളടഞ്ഞ് ലക്ഷ്യമില്ലാതെ ബ്രസീൽ പോരാട്ടം അവസാനിച്ചു. 1990 ശേഷം ആദ്യമായി പ്രീ ക്വാർട്ടറിൽ പുറത്തേക്ക്. ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന മനുഷ്യർക്ക് പക്ഷേ ഭൂതകാലത്തെ നിഴൽ പോലൊരു കാനറിക്കൂട്ടത്തെ കാണാൻ കഴിഞ്ഞു. 14ാം മിനിറ്റിൽ പാഴാക്കിയ ആ പെനാൽറ്റി ഓർത്ത് ബ്രസീലിന്റെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കില്ല. നിരവധി അവസരങ്ങൾ ലക്ഷ്യം കാണാതെ പോയ നിർഭാഗ്യത്തിന്റെ നിശബ്ദതയും മറക്കാനിടയില്ല. ലാറ്റിൻ അമേരിക്കൻ കരുത്ത് കടന്ന ആത്മവിശ്വാസവുമായി നോർവെക്ക് മുന്നോട്ട് പോകാം. ആ 25-കാരൻ ഹാലണ്ടിലേറി ചിലപ്പോൾ അവർ ചരിത്രം എഴുതിയേക്കും. ചില കാത്തിരിപ്പുകൾ അങ്ങനെയാണ്. കണ്ണീര് വീണ കഥകൾ ഏറെയുണ്ടാകും. പക്ഷേ വർഷങ്ങൾ പിന്നിട്ട് അവർ നഷ്ടപ്പെട്ടൊരു സുവർണകാലം തിരിച്ചു പിടിച്ചേക്കാം. ബ്രസീൽ ജനതയുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞേക്കാം. പക്ഷേ അവരുടെ സുൽത്താനിൽ ഒരു കിരീടം എന്നത് ഇനി അസാധ്യമാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകൾ താലോലിക്കാതെ നെയ്മർ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു കാൽപന്തിന്റെ അനശ്വര വേദിയിൽ അയാൾ ഉണ്ടാകില്ല. ചിലതങ്ങനെയാണ്. അടങ്ങാത്ത ആഗ്രഹങ്ങൾക്ക് മേൽ കാലം കാത്തുവെച്ചിരിക്കുന്നത് കൈപ്പേറും നിമിഷങ്ങളാകും. എന്നിരുന്നാലും അയാൾ അത് അർഹിച്ചിരുന്നെന്ന യാഥാർത്ഥ്യം ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിലാണ്.